ശ്രീ മേജർ രവി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ മേജർ രവി, ഈ പാക് അധിനിവേശ ജമ്മു കശ്മീർ അത് തങ്ങളുടേതല്ല എന്നുള്ള തുറന്നു പറച്ചിൽ അല്ലെങ്കിൽ കുറ്റസമ്മതം അതും ഇസ്ലാമാബാദ് ഹൈക്കോടതിയിൽ ഷെഹബാസ് ഷെരീഫ് സർക്കാർ പറയുമ്പോൾ, അത് തുറന്നു പറയുമ്പോൾ അവർ ഉദ്ദേശിക്കുന്ന നൽകുന്ന സന്ദേശം എന്താണ്? സന്ദേശം ഒന്നുമില്ല. ബേസിക്കലി പാകിസ്ഥാൻ ഈസ് എ ഫിനിഷ്ഡ് കൺട്രി ടുഡേ. അപ്പം അവർക്ക് മാക്സിമം ഇതുപോലുള്ള ഈ POK അല്ലെങ്കിൽ ഇന്ത്യയുടെ പോർഷനെ അവർ പിടിച്ചു വെച്ചുകൊണ്ട് ഒരു ഗവൺമെന്റ് റൺ ചെയ്യുന്ന സമയത്ത് അതിന്റെ ടോപ്പ്, ഇപ്പൊ നമ്മുടെ ഇന്ത്യ ആണെങ്കിൽ ശരി, കാശ്മീരിൽ നിന്ന് കന്യാകുമാരി വരയ്ക്കുള്ള എല്ലാ സ്റ്റേറ്റുകളെയും ലുക്ക് ആഫ്റ്റർ ചെയ്യുക എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റിന്റെയും കൂടെ ജോലിയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അത് സ്വന്തം അവരുടേതായിട്ടുള്ള സ്ഥലങ്ങൾ പോലും അവർക്ക് നോക്കാനോ അവർക്ക് വെൽഫെയറോടെ എത്തിക്കാനോ പറ്റാത്ത സ്ഥിതിക്ക് ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്ന അത് ഗിൽഗിറ്റ് തൊട്ടിട്ട് പഞ്ചാബ് പ്രൊവിൻസ് വരയ്ക്കുള്ള ഏരിയ മുഴുവൻ, അപ്പുറത്ത് കിടക്കുന്ന പ്രൊവിൻസ് മുഴുവൻ അവരെ കൊണ്ട് അതൊക്കെ ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഗവൺമെന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണത്. യെസ്, ഇറ്റ് ഇസ് നോട്ട് അവേഴ്സ്. അപ്പം എന്തായി, യെസ് വാഷ് യുവർ ഹാൻഡ്സ്, നമ്മൾ കൈയും കഴിക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്കുള്ള ബെനിഫിറ്റും ഫ്രീ റേഷനും അല്ലെങ്കിൽ കൺസെഷനും ഒന്നും ഞങ്ങളെ കൊണ്ട് തരാൻ പറ്റില്ല എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കൂടിയാണത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ദേ ആർ വാഷിംഗ് ദർ ഹാൻഡ്സ്. ഇപ്പം അങ്ങനെ വരുന്ന സമയത്താണ് അന്ന് അമിത്ഷാജി പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം, ഇത് എന്ത് തന്നെയാലും ശരി ആ സ്ഥലത്തെ നമ്മൾ തിരിച്ച് പിടിച്ചെടുക്കുന്നു പറയാൻ കാരണം ഇനി അവിടുത്തെ ജനങ്ങളെ അനുഭവിക്കാൻ പോവാണെന്നുള്ളത് ഓൾറെഡി വി ഹാവ് ആന്റിസിപ്പേറ്റഡ്. ആൻഡ് ദേ ഹാഡ് ബീൻ ഈ പറഞ്ഞ പോലെ തന്നെ അവർ ആ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിലുള്ള കാശ്മീരീസ് എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ പാകിസ്ഥാനീസ് എന്ന് നിങ്ങൾ പറയുമായിരിക്കും. ഇപ്പം ദുബായിലൊക്കെ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടുത്തേരാന്ന് വെച്ച് കഴിഞ്ഞാൽ കശ്മീർ എന്ന് പറയും. കശ്മീരിൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരാണ്. അപ്പൊ അവർ പോലും ഇപ്പൊ പറയാൻ തുടങ്ങി ഞങ്ങൾ കാശ്മീരാണെന്നുള്ളത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ പാകിസ്ഥാനിൽ ജോലിയെടുക്കുന്ന ആളുകൾ പോലും അത് പറയുന്നുണ്ടെങ്കിൽ ഇപ്പം ദേ ആൾസോ വാണ്ട് ടു കം ബാക്ക് ടു ഇന്ത്യ, നമ്മുടെ സൈഡിൽ വന്നിരിക്കണം, ഇല്ലെങ്കിൽ അവരുടെ ലൈഫ് ഈസ് ഗോയിങ് ടു ബി മിസറബിൾ. അപ്പം ഗവൺമെന്റിന് ഇപ്പൊ ഈ ഒരു ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞതിന്റെ അർത്ഥം ഇത് തന്നെയാണ്. ഇനിയിപ്പോ ഞങ്ങൾക്ക് വയ്യ ഈ സ്ഥലം കെട്ടിപ്പിടിച്ചിരുന്നിട്ട് ഇതിന്റെ മുകളിലുള്ള പ്രശ്നങ്ങൾ. സോ ഇന്നിപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബോർഡർ ഏരിയയിൽ പോലും പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് നമുക്ക് ഒരു വിധത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒന്നോ രണ്ടോ ഒറ്റപ്പെട്ടത് എന്ന് പറയുന്നില്ല, ഒന്നോ രണ്ടോ ചെറിയ ചെറിയ ടെററിസ്റ്റ് അറ്റാക്കുകൾ ഒഴിച്ചാൽ ഭീമമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ അവിടെ നടക്കുന്നില്ല. ബിക്കോസ് ദർ എക്കണോമി ഡൂംഡ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് ആ റെസ്പോൺസിബിലിറ്റി മുഴുവൻ വാഷ് ചെയ്യാന്നുള്ളതാണ് എനിക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. അത് നമുക്ക് ഇന്ത്യക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ആവാൻ പോവാണ്. യെസ്, ഇന്ത്യ ഹാസ് ടു ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി. കാരണം ഈ സ്ഥലം നമ്മുടേതാണ്, നമ്മുടേതായിരുന്നു, നമ്മുടേതാണ്, ഇനി നമ്മുടെ തന്നെ ആയിരിക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് റിയലൈസ് ചെയ്ത് അവരെ ലുക്ക് ആഫ്റ്റർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരികയാണ്. ഇത് ഏകദേശം ബംഗ്ലാദേശിന്റെ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് ഇപ്പോൾ ഇത് വരുന്നത്. അന്നത് നമ്മൾ കൃത്യമായിട്ട് പാകിസ്ഥാന്റെ സ്ഥലമായി കൊടുത്തിട്ട് പോലും അവരെ കൊണ്ടത് ലുക്ക് ആഫ്റ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് പിന്നീട് അവരെ ലിബറലൈസേഷൻ ചെയ്തുകൊണ്ട് ബംഗ്ലാദേശ് ആക്കിയത്. ഇതിപ്പോ ഈ പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീരിനെ ലിബറലൈസേഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടേതായിരുന്ന പാർട്ടായതുകൊണ്ട് അത് ഇന്ത്യയുടെ ഒരു പാർട്ടായിട്ട് മാറും. ആ സ്ഥലം കൂടിയും അവിടുത്തെ ആളുകളെ പോലും കൂടെയും രക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറാൻ പോകുന്ന ഒരു ഇൻഡിക്കേഷനാണ് ഈ ഒരു ഓർഡറും അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും മൂന്നാം മോദി സർക്കാരിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് BJP ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോഴും അവർ നൽകുന്ന ഒരു ഉറപ്പും അതുതന്നെയാണ്. ഒരുപക്ഷെ ജനങ്ങൾക്ക്, കശ്മീരിലെ ജനങ്ങൾക്ക് വിശേഷം. ഇനി മറ്റൊന്നു കൂടി ചോദിച്ചോളട്ടെ, ഈ ഒരു വിഷയം ഇനി എപ്രകാരമായിരിക്കും, നമ്മൾ എന്തൊക്കെയായിരിക്കും പ്രതീക്ഷിക്കേണ്ടത്? കാരണം ചൈനയുടെ ആ പ്രദേശത്തെ താല്പര്യം നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. അത് കണ്ടില്ല എന്നടിക്കാനും ആവില്ല. കാരണം ഏറ്റവും പ്രധാനമായും ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി കടന്നു പോകുന്നത്, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് കടന്നു പോകുന്നത് പാകിസ്ഥാൻ അധിനിവേശ ജമ്മു കാശ്മീരിലൂടെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക താല്പര്യം ആ പ്രദേശത്തുകൊണ്ട് തന്നെ. ഇവിടെ നമ്മൾ കണ്ടതായിരുന്നു അക്സായ് ചിൻ എന്ന് പറയുന്നത്, ഇത് ആ നോർത്തേൺ സെക്ടറിൽ കിടക്കുന്ന അക്സായ് ചിൻ, അത് ലേ ലഡാക്ക് കാശ്മീർ ഏരിയ കവർ ചെയ്യുന്നതാണ്. ഈ അക്സായ് ചിൻ കൂടിയാണ് ഇവരുടെ കോറിഡോർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കോറിഡോറിൽ കൂടെ ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് ബലൂചിസ്ഥാനിലെത്താൻ, ബലൂചിസ്ഥാനിൽ കൂടെ അഫ്ഗാനിസ്ഥാനിൽ പോകാൻ സാധിക്കും. അതുപോലെ തന്നെ പാകിസ്ഥാനിലേക്കുള്ള ആക്സസും ഉണ്ട്. ഈ ഒരു ആക്സസ് വെച്ചിട്ടായിരുന്നു എന്നും ചൈന പാകിസ്ഥാനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ത്രെട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ എന്നും നമ്മളായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ചൈന ഉണ്ടെന്നുള്ള പറയാൻ കാരണം എന്തായിരുന്നു,
ആ ഒരു സംഭവം. അപ്പൊ ഈ ഒരു പ്രദേശം നമ്മുടെ കയ്യിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമിത്ഷാജി അന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റിനകത്ത് ഇത് നമ്മൾ തിരിച്ചു പിടിച്ചെടുത്തിരിക്കും എന്ന് പറഞ്ഞാൽ എഗെയിൻ നമ്മുടെ ഇന്ത്യയുടെ സെക്യൂരിറ്റി കുറച്ചുകൂടെ കൂടും. കാരണം ഈ ചൈനയുടെ ആ ഒരു കോറിഡോർ അവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള ത്രെട്ട് നമുക്ക് ആ ഒരു ഒറ്റ കോറിഡോറിൽ, ആ ഒരു ബോട്ടിൽ നെക്കിൽ മാത്രം നോക്കിയാൽ മതി. നേരെ മറിച്ച് ഇപ്പം കിടക്കുന്നത് എങ്ങനെയാണ്, ആ ബോട്ടിൽ നെക്ക് അല്ലാതെ അത് വൈഡായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് അവർ കോറിഡോർ ഉണ്ടാക്കി വെച്ചിരിക്കും. ഇതിപ്പോ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഈ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഗേറ്റ് ഉണ്ടാക്കിയിട്ട് ആ ഗേറ്റ് അടയ്ക്കാൻ പറ്റുന്ന ഒരു വീതിയിലുള്ള ഒരു സ്ഥലമായിരിക്കും ഈ ബോട്ടിൽ നെക്ക് എന്ന് പറയുന്നത്. അത് ഗേറ്റ് എന്ന് പറയുന്നത് ചിലപ്പം നമ്മൾ ബോർഡർ ഏരിയയിൽ 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ കാണും. പക്ഷെ ഇപ്പൊ കിടക്കുന്ന ബോർഡർ ഏരിയയിലുള്ള ആ ഒരു കോറിഡോർ എന്ന് പറയുന്നത് ചിലപ്പം 50 കിലോമീറ്ററും 100 കിലോമീറ്ററിനും വൈഡായിരിക്കും. അത് ഈ നമ്മൾ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ആ ഏരിയ മുഴുവൻ നമ്മുടേതും. അതെല്ലാം ഇപ്പൊ ഈ LOC എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതെ ഈ ഫോഴ്സിനെ മുഴുവൻ നമ്മൾ അങ്ങോട്ട് റീഎസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ഇന്റർനാഷണൽ ബോർഡർ ആയിട്ട് മാറാൻ പോവുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ ഫിനിഷ് ചെയ്യുന്നത് എവിടെയാണ്? സാംബയിൽ. രാജസ്ഥാനിൽ നിന്നും പഞ്ചാബിൽ നിന്നും വന്ന് സാംബ സെക്ടറിലാണ് അത് ഫിനിഷ് ആവുന്നത്. സാംബ സെക്ടർ എന്ന് പറയുന്നത് ജമ്മുവിന് മുകളിലോട്ട് ബോർഡർ ഇല്ല, വെറും ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഇങ്ങനൊരു സംഭവം വന്ന് നമ്മൾക്ക് പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ ആക്ച്വൽ ഡിമാർക്കേഷൻ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ബോർഡറാക്കി മാറ്റുകയാണ്. അപ്പൊ എന്തായി, ഇതുപോലുള്ള ഈ LOCയിൽ കൂടെ നടക്കുന്ന നുഴഞ്ഞുകയറ്റം ബോർഡറിൽ കൂടെ നടക്കില്ല. ബോർഡർ മുഴുവൻ നമ്മൾ സീൽ ചെയ്യും. എങ്ങനെ രാജസ്ഥാനിലും പഞ്ചാബിലും ബോർഡർ ഉണ്ടോ അതുപോലെ തന്നെ ഇതും ബോർഡർ ആവും. പിന്നെ ഇന്റർനാഷണൽ റൂട്ട്സ് ഇതിനെ ബാധിക്കും. ഇന്റർനാഷണൽ റൂട്ട്സ് ബാധിച്ചു കഴിഞ്ഞാൽ വെടിവെപ്പിന് പോലും ഇതുപോലെ LOC പോലെ ഫ്രീഡം കിട്ടില്ല. കാരണം ആരും ചോദിക്കാനും പറയാനും ഇല്ല എന്നുള്ള ആ വ്യവസ്ഥ മാറിയിട്ട് ഒരു ബോർഡറിൽ ഫയർ ചെയ്യുന്ന സമയത്ത് ഏത് രാജ്യവും 10 പ്രാവശ്യം ചിന്തിക്കേണ്ടി വരും. കാരണം അത് ഇന്റർനാഷണൽ വാർ കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ഇവരുടെ ട്രീറ്റികളെല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് വരുന്നത്. അപ്പൊ അതില്ലാതെ ആവും. അപ്പൊ അതുകൊണ്ട് എന്തായി, നമ്മുടെ സേഫ്റ്റി ഒന്നുകൂടെ ബലപ്പെട്ടു. അപ്പൊ നമുക്ക് കറക്റ്റായിട്ടൊരു ബോർഡർ വന്നു കഴിഞ്ഞാൽ ആ സ്ഥലം മുഴുവൻ ഇന്ത്യയുടെ അകത്ത് വന്നാൽ ചൈനയ്ക്ക് വരാൻ അതിലെ കയറി പോകാനുള്ള ഒരു ചെറിയൊരു ബോട്ടിൽ നെക്ക് അത് അക്സായിച്ചിൽ അവർ പിടിച്ചു വെച്ചിരിക്കുന്ന ആ 32,000 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ കിടക്കുന്ന കുറച്ച് സ്ഥലത്തൂടെ മാത്രമേ അവർക്ക് ഇതിലോട്ട് നുഴഞ്ഞു കയറാൻ പറ്റുള്ളൂ. പക്ഷെ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ബലൂചിസ്ഥാൻ പാകിസ്ഥാനിലേക്കുള്ള റൂട്ട് ബ്ലോക്കായി. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ സിയാച്ചിൻ തിരിച്ചു പിടിക്കാൻ നോക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സിയാച്ചിൻ തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് എഗെയിൻ അക്സായിച്ചിൽ കൂടെ സിയാച്ചിൻ വഴി അവർക്ക് പാകിസ്ഥാനിലോട്ടും ബലൂചിസ്ഥാനിലോട്ടും കയറി അഫ്ഗാനിസ്ഥാൻ വരയ്ക്ക് എത്താനുള്ള ആക്സസിബിലിറ്റി കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോഴാണ് ഇതിന്റെ ഒരു സ്ട്രാറ്റജിക്കൽ വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ നമ്മുടേതായിട്ടുള്ള സ്ഥലം തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും ഇന്ത്യ വിൽ ബി ഇൻ എ സ്ട്രോങ്ങർ പൊസിഷൻ. നമ്മൾ ഈ യുദ്ധത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ കൗണ്ടർ ടെററിസ്റ്റിന് വേണ്ടി ചെലവാക്കുന്ന ഫൈനാൻഷ്യൽ ഇംപ്ലിക്കേഷൻസിൽ കുറവ് വരും. അങ്ങനെ കുറവ് വന്നു കഴിഞ്ഞാൽ ആ പൈസ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. സോ വി വിൽ ബി ഇൻ എ ബെറ്റർ പൊസിഷൻ ടു പ്രോഗ്രസ് ഇൻ എ പോസിറ്റീവ് മാനർ. തീർച്ചയായും പ്രതീക്ഷ നൽകുന്ന വാക്കുകൾ ഒന്നുകൂടി ചോദിച്ചോളട്ടെ. ഈ പാകിസ്ഥാൻ തങ്ങളുടേതല്ല എന്ന് പാക് അധിനിവേശ ജമ്മു കാശ്മീരിനെ ഇപ്പോൾ തുറന്ന് സമ്മതിച്ചു. അതായത് സർക്കാരിനോ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്കോ ഒന്നും ഈ പാക് അധിനിവേശ ജമ്മു കാശ്മീരിൽ കാര്യമില്ല എന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ പ്രദേശം ഭാരതത്തോട് ചേരാനുള്ള സാധ്യതത്വം എന്തായിരിക്കും? ഇപ്പൊ പോലും അവിടെയുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, ഇത് ഞാനിപ്പം ദുബായിലൊക്കെ പോകുന്ന സമയത്ത് ഈ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ള പല കുട്ടികളും അവിടെ പല ഷോപ്പിലും മൊബൈൽ ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നത്, സാബ്ജി കബി ബി ഹം തോ തയ്യാറ്, ബിക്കോസ് ഇപ്പൊ ഈ സമയത്ത് ഞങ്ങളെ അവിടെ നോക്കാൻ ആരുമില്ല. ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ഒരു കുടുംബത്തിന്റെ ഒരു പെൺകുട്ടി ഇവിടെ ദുബായിൽ വന്ന് വർക്ക് ചെയ്തിട്ട് ആ കുടുംബത്തിനെ മുഴുവൻ നോക്കുകയാണ്, അല്ലെങ്കിൽ ആൺകുട്ടികൾ. അപ്പൊ ആ വിസ പോലും ഇപ്പൊ എന്ത് പറ്റിയിരിക്കുന്നു, പാകിസ്ഥാൻ വിസ എന്ന് പറയുന്ന സമയത്ത്, പാകിസ്ഥാൻ പാസ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് ദുബായ്ക്കാരടക്കം ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതേ സമയത്ത് ഇന്ത്യക്കാർക്ക് കിട്ടുന്ന പ്രിവിലേജ് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെയുള്ള ആളുകൾ എന്താണ് വിചാരിക്കുന്നത്? അവർ തന്നെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇന്ത്യയിലങ്ങ് മേർജ് ചെയ്താൽ മതി. ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് അവരുടെ സ്ഥലം തന്നെയാണ്. അപ്പൊ അവർ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പാകിസ്ഥാൻ ഗവൺമെന്റിൽ നിന്ന് കാശ്മീർ എന്ന് 370 ആർട്ടിക്കിൾ ഉണ്ടായിരുന്ന സമയത്ത് കാശ്മീർ ജനതയ്ക്ക് കിട്ടിയിരുന്ന സബ്സിഡിയും കാര്യങ്ങളും എല്ലാം
ഇന്ത്യയിലത്തെ കാശ്മീരിൽ മാത്രമല്ല, പാകിസ്ഥാൻ ഓക്യുപ്പൈഡിലല്ല. അപ്പൊ അതുപോലും അവർ കണ്ടുകൊണ്ടിരുന്നിരുന്നു. ഇവിടെ ബാസ്മതി റൈസ് ഡൽഹിയിൽ 25 രൂപ ഉണ്ടായിരുന്ന സമയത്ത്, ഇന്നത്തെ അല്ല ഞാൻ പറയുന്നത്, അന്നത്തെ കാലത്ത് 25 ഉണ്ടായിരുന്ന സമയത്ത് അതേ ബാസ്മതി റൈസും രാജ്മയും നമുക്ക് ശ്രീനഗറിൽ കിട്ടിയിരുന്ന 2 രൂപയ്ക്കായിരുന്നു ഒരു കിലോന്. അപ്പൊ ഈ പൈസ, ഇതെല്ലാം ബെനിഫിറ്റുകൾ നമ്മൾ കാശ്മീരീസിന് കൊടുത്തിരുന്ന സമയത്ത് പോലും അവിടെ മിലിറ്റൻസിനെ പ്രൊമോട്ട് ചെയ്തിരുന്നത് ആരാണ്? പാകിസ്ഥാനികളായിരുന്നു. എങ്ങനെയെങ്കിലും ഡിസ്റ്റർബ് ചെയ്തിട്ട് ഈ കാശ്മീരിനെ ഞങ്ങളുടെ കൂടെ കൂട്ടുക എന്നുള്ളത്. അതെന്തായിരുന്നു? ഇസ്ലാമിക് സെന്റിമെന്റ്സ് വെച്ചിട്ട്. അപ്പൊ ആ മുസ്ലിം സെന്റിമെന്റ്സ് വെച്ചുകൊണ്ട് ഇന്ത്യയെ വിഭജിക്കാൻ വേണ്ടി അന്നത്തെ ഭരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ അടക്കം അവർക്ക് സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഞാൻ പറയട്ടെ, ഇവിടെ ഇന്ത്യയിലുള്ള മുസ്ലിംസിന് ഒരിക്കലും ഞാൻ പറയുന്നില്ല അവർ ഇന്ത്യക്കാരായ മുസ്ലിംസാണ്. കാരണം 1947 പാർട്ടീഷൻ ഉണ്ടായ സമയത്ത് ബാക്കിയുള്ള മുസ്ലിംസ് എല്ലാം പാകിസ്ഥാനിൽ പോയപ്പം ഇവിടെ ബാക്കി നിന്നിരുന്ന ആ മുസ്ലിംസ് എന്ന് പറയുന്നത് ശരിക്ക് ഇന്ത്യക്കാരായ മുസ്ലിംസാണ്. അവർ ഇന്ത്യയെ സ്നേഹിച്ച് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അവരൊരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇതുപോലെ ഈ കാശ്മീരിന്റെ ഒരു പീസ് കൊണ്ടുപോയിട്ട് പാകിസ്ഥാനിൽ കൊടുക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക. അപ്പൊ വി ഷുഡ് റിയലൈസ് ദാറ്റ് അന്ന് പാർട്ടീഷന്റെ സമയത്ത് നമ്മുടെ അടുത്ത് നിന്നിരുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് തന്നെയാണ് ഇപ്പോ പാകിസ്ഥാൻ ഒക്യുപ്പൈഡിലിരിക്കുന്ന മുസ്ലിംസിന്റെ മൈൻഡ് സെറ്റ്. അവരിങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മള് അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യയുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഇത്രയും ആളുകളെ സംരക്ഷിക്കാനും അവർക്കും നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന ജനങ്ങൾക്ക് കിട്ടുന്ന പൗരന്മാർക്ക് കിട്ടുന്ന എല്ലാ ബെനിഫിറ്റും അവർക്കും എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഫൈനാൻഷ്യൽ ബർഡനാണ്. പക്ഷെ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യം എന്ന് നമുക്ക് ഗൗരവത്തോടു കൂടി പറയാൻ പറ്റുന്ന രീതിയിൽ ആ ഇന്ത്യയുടെ മാപ്പ്, പണ്ട് നമ്മൾ വിഭജിക്കുന്ന സമയത്തുണ്ടായിരുന്ന മനോഹരമായ ഇന്ത്യയുടെ മാപ്പ് അതുപോലെ റിട്ടൈൻ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നമ്മൾ എന്ത് വില കൊടുത്തും അത് തിരിച്ചു പിടിക്കണം. അത് ഇന്നത്തെ ഭരിക്കുന്ന 2ാം മോദി ഗവൺമെന്റ് ഭരിക്കുമ്പോഴും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3ാം ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ തിരിച്ചു പിടിക്കുമെന്നുള്ളത്. തിരിച്ചു പിടിക്കേണ്ട ആവശ്യം വരില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം തനിയെ അവരും കൊണ്ടുവരാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരിക്കും. പാകിസ്ഥാനും പറയും നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തു, വി ആർ നോട്ട് ബോതർഡ്, ദേ വിൽ പുൾ ദിസ് കംപ്ലീറ്റ്. അവിടെ ഇരിക്കുന്ന പട്ടാളക്കാരെ മുഴുവൻ അവർ തിരിച്ചു വിളിക്കും. ഇതാണ് നടക്കാൻ പോകുന്നത്.